ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നീണ്ടകര എന്ന ത്രില്ലർ സസ്പെൻസ് നോവലാണ്. അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്റ്റാൻഡിൽ നിന്നും തിരിഞ്ഞു വന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് തിരുവനന്തപുരം ഭാഗത്തേക്ക് ചീറിപ്പാഞ്ഞുപോയി. ഈ നേരത്താണ് സ്പാനർ ആൻ്റണി ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ആശുപത്രി മുറ്റത്തെത്തിയത്. കൈലീൻ ഷർട്ടുമായിരുന്നു അവൻ്റെ വേഷം. വാച്ചറില്ലാത്ത വാതിൽ കടന്ന ആൻ്റണി അകത്തേക്ക് കയറി. ഇടനാഴി ശൂന്യമായിരുന്നു. വിളറി നിൽക്കുന്ന ബൾബുകൾ, മരുന്നിൻ്റെ വല്ലാത്തൊരു ഗന്ധം അവിടെ തങ്ങി നിന്നിരുന്നു. അയാൾ മുന്നോട്ട് നീങ്ങി. ഡ്യൂട്ടി ഡോക്ടർ എന്ന ബോർഡ് വെച്ചിട്ടുണ്ട്. വാതിൽ പൂട്ടിക്കിടക്കുന്നു. ഡ്യൂട്ടി നേഴ്സുമാരുടെ മുറിയിലേക്ക് അവനൊന്ന് പാളി നോക്കി. അവിടെ ഉറക്കമത്സരമാണെന്ന് തോന്നി. എല്ലാം കൊണ്ടും പറ്റിയ അവസരം. വാർഡുകളുടെ അടുത്തെത്തിയപ്പോൾ ബെഞ്ചിലും തറയിലും തുവർത്ത് വിരിച്ചുമൊക്കെ ആളുകൾ കിടന്നുറങ്ങുന്നത് കണ്ടു. ചിലർ ഉറക്കത്തിൽ തന്നെ കൊതുകിനെ തല്ലുന്നുണ്ട്. ഒരിടത്ത് വാർഡിൽ കട്ടിൽ എണീറ്റിരുന്ന് ശ്വാസം വലിച്ചു വിടുന്ന വൃദ്ധൻ. അയാളുടെ ഭാര്യയാവണം ഒരു സ്ത്രീ നെഞ്ച് തിരുമ്മി കൊടുക്കുന്നു. ആൻ്റണി പടികൾ കയറി 2-ാം നിലയിലെത്തി. അവിടെയാണ് മോസസ് കിടക്കുന്നതെന്നറിയാം. നേരിയ മയക്കത്തിലായിരുന്നു അവനും. സന്ധ്യയോടുകൂടി വർഗീസും പത്രോസും മടങ്ങിപ്പോയിരുന്നു. ആ വാർഡിൽ ബെഡിൽ മാത്രമല്ല നിലത്തും രോഗികളുണ്ടായിരുന്നു. പിന്നെ അവർക്ക് കൂട്ടുകിടക്കാനെത്തിയവരും. സ്പാനർ ആൻ്റണി വാർഡിൻ്റെ വാതുക്കൽ നിന്ന് ഒരു വട്ടം കൂടി ചുറ്റി നോക്കി. എല്ലാം ഭദ്രമാണെന്ന് ഉറപ്പാക്കി. ഷർട്ടിനടിയിൽ കൈകടത്തി അരയിൽ നിന്നും കത്തിയെടുത്തു. അത് പിറകിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. തറയിൽ കിടക്കുന്ന ആളുകളുടെ പുറത്ത് ചവിട്ടാതെ. കട്ടിലിൽ കണ്ണും പൂട്ടിക്കിടക്കുന്ന മോസസിനെ കണ്ടപ്പോൾ അവൻ വികൃതമായി ശബ്ദമില്ലാതെ ചിരിച്ചു. കിടക്കയ്ക്കടുത്തെത്തിയതും അവനൊരു കർച്ചീഫ് എടുത്ത് മുഖത്തിൻ്റെ കണ്ണിന് താഴെയുള്ള ഭാഗം മൂടിക്കെട്ടി. മോസസിൻ്റെ കിടക്കയ്ക്കും തൊട്ടടുത്ത കിടക്കയ്ക്കും ഇടയിൽ തറയിലൊരു സ്ത്രീ കിടപ്പുണ്ട്. അവരെ ചവിട്ടാതെ കത്തിയും മൂങ്ങി മുന്നോട്ട് കുതുക്കിയായിരുന്നു ആൻ്റണി. ഇടതു കൈയിൽ മോസസിൻ്റെ മുഖം അമർത്തിപ്പിടിക്കാനായി മുന്നോട്ട് നീട്ടി. പക്ഷേ അറിയാതെ അവൻ്റെ കാൽ ആ സ്ത്രീയുടെ കാലിൽ മുട്ടി. അവർ ഞെട്ടിയുണർന്നു. തൻ്റെ പുറത്തൊരു മനുഷ്യൻ ചവിട്ടാൻ പോകുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത്. അയ്യോ, കൊല്ലാൻ വരുന്നേ! ഒറ്റ നിലവിളിയായിരുന്നു അവർ. നിശബ്ദതയിൽ ആ വാർഡ് കിടുങ്ങി. അപ്രതീക്ഷിതമായി ഈ ശബ്ദത്തിൽ ആൻ്റണി പോലും ഞെട്ടി. മോസസ് ഞെട്ടിയുണർന്നു. മറ്റു രോഗികളും അവരുടെ ആളുകളും ഉണർന്നു. കാര്യമെന്തെന്നറിയാൻ പകച്ചു നോക്കി. മോസസ് നോക്കുമ്പോൾ തൻ്റെ നെഞ്ചിലേക്ക് താണു വരുന്നൊരു കത്തി. പതിഞ്ഞൊരു നിലവിളി അവൻ്റെ കണ്ടത്തിൽ കുടുങ്ങി. ചിന്തിക്കാൻ നേരമില്ല. അവൻ ബെഡിൻ്റെ അപ്പുറത്തേക്ക് ഉരുണ്ടു മറിഞ്ഞു കളഞ്ഞു. പിന്നെ ചാടി എണീറ്റു. ആ ക്ഷണം ആൻ്റണിയുടെ കത്തി ബെഡിൽ പുളഞ്ഞിറങ്ങി. ലക്ഷ്യം തെറ്റി ആൻ്റണി പകയോടെ അത് വലിച്ചൂരിയെടുത്തു. പക്ഷേ കുത്താൻ പറ്റാത്ത അകലത്തിലായിരുന്നു അപ്പോൾ മോസസ്. അവൻ്റെ പകപ്പ് ഇനിയും മാറിയിട്ടില്ല. ആൻ്റണിയുടെ കാൽ തട്ടിയ സ്ത്രീ ഓടി മാറി നിലവിളിച്ചു. മുന്നിലെ രംഗം കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു രോഗികളും. ആ നിലവിളി ഏറ്റുപിടിച്ചു. ആശുപത്രി മുഴുവൻ ഉണർന്നു. നഴ്സുമാർ കാര്യം അറിയാതെ ചാടി എണീറ്റു. കടുങ്കാപ്പി പകുതിയോളം കുടിച്ചുകൊണ്ടിരുന്ന വാച്ചർ നാരായണൻ ബഹളം കെട്ട് ഗ്ലാസ് പെട്ടിക്കടയിൽ വെച്ചിട്ട് ആശുപത്രിയിലേക്ക് ഓടി. ആൻ്റണി അപ്പോഴും കട്ടിലിൻ്റെ ഒരു വശത്താണ്, മറുവശത്ത് മോസസും. ആൻ്റണിയുടെ ചലനത്തിനനുസരിച്ച് മോസസും മാറുന്നുണ്ട്. വാർഡിലെ ആളുകൾ കൂടി വന്നു. ആൻ്റണി അപകടം മണത്തു. അവനെ വിടരുത്, ആരോ വിളിച്ചു പറഞ്ഞു. ആൻ്റണി വെട്ടിത്തിരിഞ്ഞു. എന്താ അവിടെ? 2 നേഴ്സുമാർ ആളുകളെ വകഞ്ഞു മാറ്റി മുന്നിലെത്തി. പെട്ടെന്ന് അവരിൽ ഒരുവളെ കടന്നു പിടിച്ച് ആൻ്റണി തന്നോട് ചേർത്തു. ഒറ്റയാളും അടുക്കരുത്, അടുത്തായി ഇവരുടെ കഴുത്ത് കണ്ടിക്കും ഞാൻ. കത്തിമുന അവളുടെ കഴുത്തിൽ മുട്ടിച്ചു. ആ നേഴ്സിന് ഭയം കാരണം നിലവിളിക്കാൻ പോലും കഴിഞ്ഞില്ല. ഈ രംഗമാണ് ഓടിയെത്ത നാരായണൻ കണ്ടത്. വിടടാ സിസ്റ്ററിനെ! ആൻ്റണി ഒന്ന് തിരിഞ്ഞു. മാറി നിൽക്കടാ. മാറാൻ. ആളുകൾ ഭയന്നു മാറി. നടക്കണേ മുന്നോട്ട്, ആൻ്റണി കൽപ്പിച്ചു. നേഴ്സ് അനുസരിച്ചു. ആൻ്റണി മോസസിനെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. നിന്നെ എടുത്തോളാടാ ഞാൻ. മോസസും മിണ്ടിയില്ല. ആരാണ് ഈ കത്തിക്കാരൻ എന്നോർക്കുകയായിരുന്നു അവൻ. കർച്ചീഫൊന്ന് മാറ്റിയിരുന്നെങ്കിൽ. നേഴ്സുമായി ആൻ്റണി താഴെ എത്തി. കുറച്ചകലത്തിൽ ആളുകൾ അവരെ പിന്തുടർന്നു. വാതിൽ കടന്നതും ആൻ്റണി അവിടെ കറക്കി ഒരു ഏറ് കൊടുത്തു. വട്ടം കറങ്ങി നേഴ്സ് മുറ്റത്ത് വീണു. കത്തിയും ഉയർത്തിപ്പിടിച്ച ആൻ്റണി റോഡിൽ ചാടി ഇരുളിൽ മറിഞ്ഞു. തിരികെ അവൻ തുറയിലെത്തിയപ്പോൾ നേരം പുലരാനായിരിക്കുന്നു. മറിയത്തള്ള
കാതറീനെയും മറ്റും വിളിച്ചുണർത്തിയിട്ട് മുറ്റത്തേക്കിറങ്ങുമ്പോൾ വേലിക്കപ്പുറത്തുള്ള വഴിയിലൂടെ സൈക്കിളും മുന്തിക്കൊണ്ട് പത്രോസ് വരുന്നു. പത്രോസേ, അവിടെ നിന്ന് നിന്നിടാ, തള്ള വിളിച്ചു പറഞ്ഞു. പത്രോസ് നിന്നു. കാതറീൻ തിണ്ണയിലേക്ക് ഇറങ്ങി തൂണിൽ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് നോക്കിന്നു. ആശുപത്രി കിടന്ന ആ ചെക്കൻ്റെ കാര്യം എന്തായടാ? മറിയത്തള്ള ചോദിക്കുന്നത് അവൾ കേട്ടു. ആരാ തള്ളേ? മോസസാണോ? അങ്ങനാന്നോ ഇപ്പം അവൻ്റെ പേര്? ഏതായാലും നല്ല വർക്കത്തുള്ള ചെക്കനാ. വർക്കത്ത്? പത്രോസ് ഒന്ന് കാരിത്തൊപ്പി. പുറമേ കാണുന്ന വർക്കത്തൊക്കെ ഉള്ളെന്ന് തള്ളയെ തോന്നുന്നു എനിക്ക് തോന്നുന്നത്. അതന്നെയാടാ പത്രോസ് നീ അങ്ങനെ പറയണത്? തള്ള അല്പം മുന്നോട്ട് നീങ്ങിയിരുന്നു. എന്താണ് അയാൾ പറയുന്നതെന്ന് അറിയാനുള്ള ആഗ്രഹം ഉണ്ടായി കാതറിന്. അവൾ തിണ്ണയിൽ നിന്നിറങ്ങി വേലിക്കരികിലേക്ക് ചെല്ലുന്നത് ഇരുവരും കണ്ടില്ല. പത്രോസ് തുടരുകയായിരുന്നു. തള്ള, ഞങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എന്നാടാ? ഈ തുറയിൽ എല്ലാവരും അവനെ കാണുന്നത് ആദ്യമാണ്. പക്ഷെങ്കിൽ ഔസേപ്പ് ചേട്ടനെ അവനറിയാം. അയാൾ ചത്തോ ഉണ്ടോ എന്ന് ഞങ്ങളുടെ മുഖത്ത് നോക്കി അവൻ ചോദിച്ചു. കാതറിൻ്റെ ഹൃദയത്തിൽ ഒരു ഇടിമിന്നൽ പൊളഞ്ഞു. അവൾ കാതോർത്തു. ശരിക്കും ഔസേപ്പ് ചേട്ടനെ എന്നാ പറ്റിയെന്ന് അവനറിയാം. അല്ലെങ്കിൽ ഔസേപ്പ് ചേട്ടനെ കാണാതായതിന് പിന്നിൽ അവനുമുണ്ട്. കാതറിന് തലയിറങ്ങി. എന്തൊക്കെയാ മാതാവേ ഈ കേൾക്കണത്? മോസസിൻ്റെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു. കണ്ണുകളിലെ 2 തീപ്പൊരികൾ മിന്നി, അണപ്പല്ലുകളും ഞെരിഞ്ഞു. കാണണം അയാളെ. അപ്പൻ എന്നാ പറ്റിയെന്ന് പറയിക്കണം. ആ ഉറച്ച തീരുമാനത്തോടെ അവൾ പിൻവാങ്ങി. ആ നേരത്ത് ക്ലീറ്റസ് മുതലാളിയുടെ വീട്ടിലേക്ക് നടക്കുകയായിരുന്നു സ്പാനർ ആൻ്റണി. താൻ പരാജയപ്പെട്ട വിവരം മുതലാളിയോട് എങ്ങനെ പറയുമെന്നാണ് അവൻ ചിന്തിച്ചത്. എന്തായാലും ക്ലീറ്റസ് രാവിലെ എണീറ്റ് സിറ്റൗട്ടിൽ വന്നിരുന്നു. മൊബൈൽ ഫോണിലൂടെ അന്നത്തെ മീനിൻ്റെ നിലവാരം അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആൻ്റണി മുറ്റത്തെത്തി. അവനെ കണ്ടതേ പിന്നെ വിളിക്കാടാ എന്ന് പറഞ്ഞിട്ട് അയാൾ ഫോൺ കട്ട് ചെയ്തു. അനന്തരം നിറഞ്ഞ ചിരിയോടെ ആൻ്റണിയെ നോക്കി. എനിക്ക് പ്രിയപ്പെട്ട വർത്തമാനമായിട്ട് നീ രാവിലെ വരുമെന്ന് അറിയാമായിരുന്നടാ ആൻ്റണി. ക്ലീറ്റസ് ചിരിച്ചു. എപ്പോഴാടാ കാര്യം സാധിച്ചേ? എങ്ങനെയൊക്കെ ആയിരുന്നു? എല്ലാം വിശദമായിട്ട് പറയടോ. ക്ലീറ്റസിൻ്റെ സ്വഭാവം അതാണ്. ഒരു സംഭവം ഉണ്ടായാൽ അത് ആസ്വദിച്ച് കേൾക്കണം. അയാൾ മുന്നോട്ട് ആഞ്ഞിരുന്നു. പക്ഷെ ആൻ്റണി മിണ്ടാതെ തലകുനിച്ചു നിന്നപ്പോൾ നീണ്ട കരയിലെ രാജാവിൻ്റെ നെറ്റി ചുളിഞ്ഞു. എന്നതാടാ മിണ്ടാത്തെ? നിന്നെ ആരെങ്കിലും തിരിച്ചറിഞ്ഞോ? ഇല്ല മുതലാളി. പക്ഷെങ്കിൽ ഉദ്ദേശിച്ച പോലെ എല്ലാം ഒത്തുവന്നില്ല. ഒരു സെക്കൻഡ് പഴിച്ചുപോയി. തൻ്റെ ഫിഷിംഗ് ബോട്ട് കടലിൽ മുങ്ങിപ്പോയെന്ന് കേട്ട ക്ലീറ്റസ് ഇത്ര ദേഷ്യപ്പെടുമായിരുന്നില്ല. പിന്നെ എന്തിനാടാ പട്ടി നീ ഇങ്ങോട്ട് കെട്ടിയിരുന്നില്ല വന്നത്? ഇത് പറയാനാണ് രാവിലെ ഈ പാപ്പച്ചിയുടെ മുന്നിൽ ശകനം മുടക്കാനാണ് വന്നത്? കോന്തൻ വലിയ ഗുണ്ടയാ പോലും. ഗുണ്ട? നീ ഗുണ്ടയല്ലടാ, ഉണ്ടയാ. വേറെ ഉണ്ണാക്കനുണ്ട. ക്ലീറ്റസിൻ്റെ മീശ വിറച്ചു. കണ്ണ് ചുവന്നു. മുതലാളി, ഞാനൊന്ന് പറയട്ടെ? വേണ്ടടാ, നീ ഒരു കോപ്പും വിളമ്പണ്ട. പൊക്കോണോ എൻ്റെ മുന്നിൽ നിന്ന്. ഇല്ലെങ്കിൽ അവന് പകരം നിന്നെ തീർക്കും ഞാൻ, മരങ്ങോടൻ. എന്നിട്ടും ആൻ്റണി ഒന്ന് പരിങ്ങി നിന്നു. പിന്നെ പതിയെ തിരിഞ്ഞു നടന്നു. മുതലാളിയുടെ കോപം അടങ്ങിയിട്ട് മുന്നിൽ ചെല്ലണതാണ് ബുദ്ധി. അകത്തുനിന്ന് എവിടെയെ പോകാനൊരുങ്ങി ഡെന്നീസ് ഇറങ്ങി വന്നു. അവൻ്റെ വലത് കൈയുടെ ചൂണ്ടുവിരലിൽ പജേരയുടെ കീ വട്ടം കറങ്ങുന്നുണ്ടായിരുന്നു. ഇറുകിയ ജീൻസും ടീഷർട്ടും വുഡ്ലാൻഡ് ഷൂവും വേഷം, പറ്റേ മെട്ടിയ തലമുടി, ക്ലീൻ ഷേവ്. അപ്പൻ്റെ അതേ നിറം. കഴുത്തിലൊരു സ്വർണ്ണച്ചയിലും കറുത്ത ചരടും. വലത് കൈയിൽ സ്വർണ്ണവള. വാച്ചില്ല. കാതിൽ 2 കടുക്കനുകൾ. ജീൻസിൻ്റെ കീശയിൽ നിന്നും ത്രികോണാകൃതിയിലുള്ള ഗ്ലാസുകളോട് കൂടിയ ഒരു കറുത്ത കണ്ണടയെടുത്ത് ടീഷർട്ടിൽ വെറുതെ ഒന്ന് തൂത്തിട്ട് അവൻ മുഖത്ത് വെച്ചു. അയ്യോടാ, എങ്ങോട്ടാ രാവിലെ എഴുന്നള്ളത്ത് മകനെ? ക്ലീറ്റസ് മകനെ അടിമുടിയൊന്ന് നോക്കി. ഡെന്നീസ് തിരിഞ്ഞ് അപ്പനെ ഒന്ന് നോക്കി. മുഖത്ത് പുച്ഛം നിറഞ്ഞൊരു ചിരിയുണ്ടായിരുന്നു. ഒന്നും മിണ്ടാതെ അവൻ ചെന്ന് പജോറയിൽ കയറി. സ്വിച്ച് കീ തിരിച്ചു. സ്റ്റീരിയോ സംഗീതം ഉച്ചത്തിലുയർന്നു. മിന്നൽ പോലെ ആ വാഹനം ഗേറ്റ് കടന്നുപോയി. ക്ലീറ്റസ് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ഡെന്നീസിന്. ഇങ്ങനെ ചുറ്റിയടിക്കും. അതിന് പറ്റിയ കുറച്ച് കൂട്ടുകാരുണ്ട്. പജോറ നേരെ പോയത് ഹാർബറിലേക്കാണ്. അവിടെ ഇറങ്ങുമ്പോൾ ലേലം മിക്കവാറും അവസാനിച്ചിരുന്നു. ഡെന്നീസിനെ കണ്ടപ്പോൾ ആളുകൾ ഭവ്യത കാട്ടി. എന്നാ ഉണ്ട് കൊച്ചുമുതലാളി വിശേഷം? ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട് കുറേ നാളായല്ലോ. ഇനി എന്നും വന്നേക്കാം പോരെ? അവൻ ചിരിച്ചു. അവരും. അപ്പോഴേക്കും അവിടുത്തെ അവൻ്റെ ചില കമ്പനിക്കാരെത്തി. സാധനം ഉണ്ടോടാ? പതിഞ്ഞ സ്വരത്തിൽ തിരക്കി. ഉണ്ട്. എന്നാ വാ. അവരോടൊപ്പം അവൻ കടൽഭിത്തിയിലേക്ക് നടന്നു. 4 പേരുണ്ടായിരുന്നു അവർ. ഒരാൾ ഔദക്കുട്ടിയുടെ മകൻ ദാവീദ്, രണ്ടാമൻ
പലചരക്ക് കച്ചവടക്കാരൻ മമ്മദിൻ്റെ മകൻ റഹീം. മറ്റു രണ്ടുപേര് തുറയ്ക്ക് വടക്കേ അറ്റത്തുള്ളവരാണ്, സോജിയും പീതാംബരനും, സമപ്രായക്കാർ. 5 പേരും കൽക്കട്ടിൽ കടലിലേക്ക് അല്പം ഇറങ്ങിയിരുന്നു. ഹാർബറിൽ നിന്ന് നോക്കി അവരെ കാണാനാവില്ല. തല്ലി അലച്ചുയരുന്ന തിരയിൽ നിന്നും ജലത്തുള്ളികൾ അവരുടെ കാലിന്മേൽ ചിതറി വീണു. ഡെന്നീസ് ഒരു പാക്കറ്റ് സിഗരറ്റ് എടുത്ത് പീതാംബരൻ്റെ കയ്യിൽ കൊടുത്തു. ദാവീദ് മടിക്കുത്തിൽ നിന്നും ഒരു പൊതി കഞ്ചാവ് എടുത്തു. പീതാംബരൻ സിഗരറ്റിൻ്റെ പുകയില തട്ടിക്കളഞ്ഞിട്ട് അതിൽ കഞ്ചാവ് നിറച്ചു. ആദ്യത്തേത് ഞങ്ങളുടെ കൊച്ചുമുതലാളിക്ക് തന്നെ കൊടുക്കുക. കടലിലേക്ക് നോക്കിയിരുന്നുകൊണ്ട് അവനതിന് തീ പിടിപ്പിച്ചു. മീൻപിടുത്തം കഴിഞ്ഞ് ചില ബോട്ടുകൾ മടങ്ങി വരുന്നുണ്ടായിരുന്നു. ദാവീദേ, നമ്മുടെ ചരക്കെന്തിയടാ? 2 കവിള് പുകയെടുത്തു കഴിഞ്ഞപ്പോൾ ഡെന്നീസ് തിരക്കി. ആരാ? കാതറീനാണോ? അവൾ തന്നെ. അറിയാതെ അവൻ തൻ്റെ കവിളിൽ തലോടി. അവളടിച്ച ഭാഗത്ത് അവളെക്കൊണ്ട് തന്നെ ഒരു ഉമ്മ തരിപ്പിക്കണമെന്നുണ്ടടാ. പിന്നെ വേണം, അല്ലെങ്കിൽ നമ്മൾ ആണുങ്ങളാണെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? റഹീമാണ് പറഞ്ഞത്. അതുതന്നെയാണ് ഡെന്നീസിൻ്റെ ഉള്ളിലിരിപ്പ്. ഔസേപ്പിനെ കാണാതായതോടെ ഇനി ഒരു പട്ടിയും ചോദിക്കാൻ വരികയില്ല. സോജിയേ, എന്നാ ഡെന്നീസേ? അവൾ തെണ്ടണം. ഒരു ബ്ലൗസ് കീറിയാൽ അത് മാറിയിടാൻ പോലും വേറൊന്നും വാങ്ങരുത്. ബ്ലൗസ് ഇല്ലാത്തവളെ കാണാൻ നല്ല രസമായിരിക്കും. പീതാംബരൻ ആ രംഗം മനസ്സിലോർത്ത് ചിരിച്ചു. അതല്ലടാ മണ്ട ഞാൻ പറഞ്ഞത്. പിന്നെ കാതിങ്ങോട്ട് പിടി. അവളെ പടിപടിയായി തെണ്ടിക്കാനും എൻ്റെ കാല് പിടിപ്പിക്കാനുള്ള വഴികളിൽ ആദ്യത്തേത് പറയാം. 4 പേരും കാതുകുറിപ്പിച്ചു. ഇത് വെറുമൊരു തമാശയാണ് എന്ന ആമുഖത്തോടെ അവൻ തൻ്റെ ആശയം പറഞ്ഞു. കൊള്ളാം, അത് കൊള്ളാം. അപ്പോൾ ഇനി നമ്മൾ കാണുന്നത് താവളത്തിൽ വെച്ചിട്ട് കഞ്ചാവ് ലഹരിയിൽ 4 പേരും തലകുലുക്കി സമ്മതിച്ചു. ആദ്യ തമാശ ആ രാത്രിയിൽ തന്നെ നടത്താനാണ് അവർ തീരുമാനിച്ചത്. അപ്പോൾ കുളി കഴിഞ്ഞ് വേഷം മാറുകയായിരുന്നു കാതറീൻ. സഹോദരങ്ങൾ സ്കൂളിൽ പോയി കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ ചാകരക്കാലത്ത് ഔസേപ്പ് വാങ്ങിക്കൊടുത്ത ചുരിദാറാണ് അവൾ ധരിച്ചത്. അവൾ അപ്പനെ ഓർത്തു. മനം വല്ലാതെ ഒന്ന് ഉലഞ്ഞു. വീട് പൂട്ടി കാതറീൻ ഇറങ്ങി. ഹാർബർ വഴി നടന്നു പോകുമ്പോൾ ആരെയും ശ്രദ്ധിച്ചില്ല. അവൾ ആരോ ചൂളം അടിക്കുകയും മുരടനക്കുകയും ചെയ്തു. പള്ളിക്കരികിൽ നിന്ന് ഒരു പ്രൈവറ്റ് ബസ്സിൽ ജനറൽ ആശുപത്രി പടിക്കലിറങ്ങി. ചുറ്റും ഒന്ന് നോക്കിക്കണ്ട് ആശുപത്രിയിലേക്ക് നടന്നു. ഇടനാഴിയിലെ രോഗികളുടെ നീണ്ട നിര. മോസസ് കിടന്ന വാർഡ് നേരത്തെ അറിഞ്ഞു വച്ചിരുന്നു. അവൾ അവിടെ എത്തി. നിരനിരയായി കിടക്കുന്ന ഇരുമ്പ് കട്ടിലുകൾ. വാതിക്കൽ നിന്നും അവൾ നോക്കി. എവിടെയാണ് അയാൾ? ആരെ കാണാനാ? ഒരു തൂക്കുപാത്രമായി ഇറങ്ങി വന്ന സ്ത്രീ അവളോട് ചോദിച്ചു. മോസസ്. നീണ്ടകരയെന്ന് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന സ്ത്രീ അവളെ അടിമുടി നോക്കി. അവൻ്റെ ആരാ? ആരുമല്ല. അയാൾ എവിടെ കിടക്കുന്നതെന്ന് പറ. അവൾ നീരസം ഭാവിച്ചു. രാവിലെ മുതൽ അയാളെ കാണാനില്ല. അതാ ചോദിച്ചത്. സ്ത്രീ പറഞ്ഞപ്പോൾ കാതറീന് സംശയമായി. അവർ തുറന്നു. ഇന്നലെ രാത്രിയിൽ ഒരാൾ അയാളെ കൊല്ലാൻ വന്നു. പക്ഷേ പറ്റിയില്ല. സ്ത്രീ ആ സംഭവം വിവരിച്ചു. രാവിലെ അയാളെ കണ്ടില്ല. കട്ടിലിൽ കുറേ ചോരയും കിടന്നു. പോലീസ് വന്നിച്ചു പോയി. പത്രോസ് പറഞ്ഞതുപോലെ മോസസ് ആള് ശരിയില്ലെന്ന് അവൾക്ക് തോന്നി. അവൾ മടങ്ങി. പക്ഷെ അയാളെ കാണണമെന്നും അപ്പച്ചനെക്കുറിച്ച് അറിയണമെന്നുള്ള ആഗ്രഹം അടങ്ങിയില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും അതുമാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. ആ രാത്രി പിന്നിട്ടു. നേരം പരവരാ വെളുത്തപ്പോൾ മറിയത്തള്ള എഴുന്നേറ്റു. അവരാണ് അന്ന് കാതറീനെ വിളിച്ചുകൊണ്ടെത്തിയത്. തലമുടി വാരിക്കെട്ടിയിട്ട് കൈകൊണ്ട് മുഖമൊന്ന് തുടച്ച് കാതറിൻ പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി. വെളിച്ചം ശരിയാക്കിയിട്ടില്ലെങ്കിലും കാഴ്ചകൾ വ്യക്തമാകും. മറപ്പരിക്കരികിൽ നടക്കുകയായിരുന്ന കാതറിൻ പെട്ടെന്ന് സംശയിച്ചു നിന്നു. കോഴിക്കോടിനേക്ക് നേരെ നോക്കി. അവളുടെ നെറ്റി ചുളിഞ്ഞു. വിശ്വാസം വരാഞ്ഞ് പിന്തിരിഞ്ഞ് ഒരിക്കൽ കൂടി നോക്കി. എൻ്റെ മാതാവേ! ഹൃദയം തകർന്ന നിലവിളിയായിരുന്നു അത്. അധ്യായം 5. ഏട്ടത്തിയുടെ നിലവിളി അനുജത്തിമാർ കേട്ടു. അവർ ചാടി എണീറ്റു. നോബിള് മാത്രം കാലുകൾക്കിടയിലേക്ക് കൈകൾ തിരുകി ചുരുണ്ടുകൂടി കിടന്നുറങ്ങുകയാണ്. മുറ്റം കടന്ന് പുറത്തേക്ക് പോവുകയായിരുന്ന മറിയത്തള്ളയും കാതറിൻ്റെ ശബ്ദം കേട്ട് വേലിക്കരികിൽ നിന്നു. റോസ്ലിനും മേരിയും പിന്നാമ്പുറത്തെത്തുമ്പോൾ കോഴിക്കോടിനരികിൽ തലയിൽ കൈവച്ച് കുത്തിരിക്കുകയാണ് കാതറിൻ. എന്നാ ചേച്ചി? 2 പേരും ഒരുപോലെയാണ് ചോദിച്ചത്. അപ്പോഴേക്കും മറിയത്തള്ളയെ അങ്ങ് എത്തിക്കഴിഞ്ഞിരുന്നു. കാതറിൻ കോഴിക്കോട്ടിലേക്ക് കൈ ചൂണ്ടി. 6 കണ്ണുകൾ അങ്ങോട്ട് നീണ്ടു നിന്നു. കൂട് തുറന്നു കിടക്കുകയാണ്. അതിനുള്ള ഒരൊറ്റ കോഴി പോലില്ല. ആരാൻ്റെ കഴിവറികളിൽ പറ്റിച്ചല്ലോ മക്കളെ.
മറിയത്തള്ളിയുള്ള ശബ്ദം ചിലമ്പിച്ചു. പൂഴിമണ്ണിൽ പലരുടെയും കാൽപ്പാടുകൾ കാണാമായിരുന്നു. മാത്രമല്ല ചിതറിക്കിടക്കുന്ന കുറേ കോഴിത്തൂവലുകളും. ഒരെണ്ണത്തിനെ പോലും അവശേഷിപ്പിക്കാതെ കൊണ്ടുപോയിരിക്കുകയാണ്. കാതറിൻ പൊട്ടി വന്ന വിതുമ്പിൽ കടിച്ചമർത്തി. ആകെയുള്ള വരുമാനവും നിലച്ചിരിക്കുന്നു. അത് കണ്ട ചേച്ചി. മേരി കൈ ചൂണ്ടിയെടുത്തേക്ക് എല്ലാവരും നോക്കി. അവിടെ 4-5 മൂട് കപ്പകൾ നിന്നിരുന്നത് പിഴുതെടുത്തിരിക്കുന്നു. കാതറിൻ എണീറ്റു. കൊണ്ടുപോയി തിന്നട്ടെ ചെകുത്താന്മാരെ. കപ്പയും കോഴിയിറച്ചിയും ഗുണം പിടിക്കത്തില്ലമാർ. വെള്ളം ഇറങ്ങാതെ ചാകത്തേ ഉള്ളൂ. മറിയത്തള്ളം മിണ്ടാതെ നിൽക്കുകയായിരുന്നു. ഇല്ലായ്മയുടെ കയത്തിലേക്ക് പിന്നെയും തെറിച്ചു വീഴുകയാണ് നിരാലംബമായ ഈ കുടുംബം. പോട്ടമോളെ, ഇതുകൊണ്ടൊന്നും തോൽക്കുന്നവളല്ല നീയെന്ന് ഈ കരയിലുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. അങ്ങനെ പറഞ്ഞ് അവർ കാതറിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കത്രീനയും കമലാക്ഷിയും രാവിലത്തെ ബഹളം കെട്ട് അങ്ങോട്ട് വന്നു. വാർത്തയറിഞ്ഞപ്പോൾ അവർക്കും വിഷമായി. ദിവസങ്ങളുടെ ഇതളുകൾ അടർന്നു വീഴുകയായിരുന്നു. മമ്മദിൻ്റെ കടയിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങൾ മുഴുവൻ തീർന്നു. അവിടെ പട്ടിണിയുടെ ഭീകരമുഖം തെളിഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ഉച്ചനേരം സുലൈമാനും കറിയായും അങ്ങോട്ട് വന്നത്. കാതറിൻ തിണ്ണയിൽ തൂണും ചാരി ഇരിപ്പുണ്ടായിരുന്നു. ജോബിൻ വിശന്ന് കരഞ്ഞ് തളർന്ന അകത്ത് കിടപ്പുണ്ട്. അനുജത്തിമാരെന്തൊക്കെയാണെന്ന് ആർക്കും അറിയില്ല. സുലൈമാൻ മുറ്റത്ത് വന്ന് മുരടനക്കി. ഏതോ സ്വപ്നത്തിൽ നിന്നെണ്ണവണ്ണം കാതറിൻ ഞെട്ടിയുണർന്നു. അവരെ കണ്ടപ്പോൾ എണീറ്റ് ഒതുങ്ങി നിന്നു. മോളെ, സുലൈമാൻ്റെ മുഖത്തേക്കൊന്നുകൂടി നോക്കിയിട്ടാണ് കറിയ പറഞ്ഞത്. ഔസേപ്പിനെ കാണാതായ ശേഷം ഇങ്ങോട്ടൊന്നും വരാൻ പറ്റിയില്ല. ഇന്നാ സമയം കിട്ടിയത്. മാത്രമല്ല ആ നേരത്ത് ഞങ്ങൾ കടലിൽ പോയിക്കുമായിരുന്നു. കാതറിൻ അതിന് മറുപടി പറയാതെ അകലേക്ക് നോക്കി നിന്നു. കടൽ ഭിത്തിക്കുള്ളിലിരുന്ന് ഒരു കാക്ക എന്തോ കൊത്തിപ്പറിച്ച് തിന്നുന്നത് കണ്ടു. പിന്നീട് സംസാരിച്ചത് സുലൈമാനാണ്. ഞങ്ങൾ ഔസേപ്പിനോട് നന്ദികേട് കാണിച്ചെന്ന് മോള് കരുതുന്നുണ്ടാവും. പക്ഷെങ്കിൽ ഒരു ബോട്ടേ പോണേ ഞങ്ങൾ പെട്ടെന്ന് അതിട്ടേച്ച് വരാൻ പറ്റുമായിരുന്നു. സാവധാനം പാപ്പച്ചി മുതലാളിയോട് വിവരം പറഞ്ഞേച്ച് പോരാമെന്ന് കരുതിയത്. പക്ഷെ കാതറിനിൽ നിന്നും മറുപടിയൊന്നും ഉണ്ടായില്ല. ഇരുവരും തിണ്ണയിലിരുന്നു. കറിയ മടിക്കുത്തിൽ നിന്നും കുറച്ച് മുഷിഞ്ഞ നോട്ടുകൾ എടുത്ത് നീട്ടി. ഇത് വെച്ച മോളെ, ഇവിടെ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം. കാതറിൻ്റെ ചുണ്ടിൽ ഒരു വരണ്ട ചിരിയുണ്ടായി. വേണ്ട ചായ, നിങ്ങൾക്കിവിടം വരെ വരാൻ തോന്നിയില്ലോ, അതന്നെ വലിയ കാര്യം. മറ്റൊന്നും വിചാരിക്കേണ്ട കൊച്ചേ, ഈ രൂപ വെച്ചോ, ആവശ്യമുണ്ടാവും. നിഷേധഭാവത്തിൽ അവൾ തലയാട്ടി. അധ്വാനിക്കാത്ത കാശുകൊണ്ട് വല്ലതും വാങ്ങിച്ചാലേ ദഹിക്കത്തില്ലെന്ന് അപ്പൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. കറിയയും സുലൈമാനും ഒരു വട്ടം കൂടി പരസ്പരം നോക്കി. കണ്ണുകൾ കൊണ്ട് സംസാരിച്ചു. സുലൈമാൻ പറഞ്ഞു, കാതറീനെ, ഞങ്ങൾ ഇത്രയിടം വന്നതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടെന്ന് വിചാരിച്ചോ? എന്നതാ സുലൈമാനിക്ക? ഔസേപ്പ് പോയി. ഒരു പുത്തം പൊട്ട് വെറുതെ എന്തിനാ ഉപ്പുവെള്ളത്തിലിട്ട് തുരുമ്പേറ്റി കളയണത്? ഇനിയിപ്പോൾ അതേ കടലിൽ പോകാൻ മറ്റാരും ഇല്ലാണ്ടായി. അതുകൊണ്ട് കാതറിൻ്റെ നെറ്റി ചുളിഞ്ഞു. കണ്ണുകൾ കുറുകി. പൂരിപ്പിച്ചത് കറിയാണ്. ബാങ്ക് ലോൺ അടയ്ക്കാനൊന്നും നിന്നെക്കൊണ്ട് പറ്റുകയില്ല കൊച്ചേ. ചുമ്മാ കിടക്കണ ബോട്ടിൽ നിന്ന് പണം കിട്ടുമോ? ബാങ്ക് മുതലും പലിശയും കൂടി കൊണ്ടിരിക്കും. അവസാനം ബോട്ട് ബാങ്കുകാർ കൊണ്ടുപോവുകയും ചെയ്യും. കടക്കാരനാവുകയും ചെയ്യും. കയ്യിൽ നിന്ന് മുടക്കിയത് പോവുകയും ചെയ്യും. അതിനേക്കാൾ നല്ലത്. കറിയ സുലൈമാൻ്റെ നേരെ തിരിഞ്ഞു. പറഞ്ഞു വരുന്നത് ഇതാ മോളെ. സുലൈമാൻ അവളുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. ആ ബോട്ട് കിട്ടണ വാശിന് വിറ്റ് കളയണതാ ബുദ്ധി. പറഞ്ഞു തുടങ്ങിയപ്പോഴേ അവരുടെ ആഗമനോദ്ദേശം കാതറിന് മനസ്സിലായിരുന്നു. എങ്കിലും നുറഞ്ഞു പൊങ്ങിയ കോപം അവൾ പുറത്ത് കാണിച്ചില്ല. അതിനിപ്പോൾ ബോട്ട് ആര് വാങ്ങാനാ ചായ? അതോർത്ത് നീ തലവേദന എടുക്കണ്ട കൊച്ചേ. ഒക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. പുത്തൻ ബോട്ടിൻ്റെ വിലയൊക്കത്തില്ലെങ്കിലും മോശമല്ലാത്തൊരു തുക ഞങ്ങൾ തന്നേക്കാം. മോക്ക് സമ്മതമാണെങ്കിൽ ഇന്ന് തന്നെ കച്ചവടം ഉറപ്പിച്ചേക്കാം. കാതറിൻ്റെ ഭാവം മാറിയത് പെട്ടെന്നാണ്. രണ്ടുപേരും വന്നപ്പോഴേ എന്തെങ്കിലും കാര്യം സാധിക്കാനാവുമെന്ന് അറിയാമായിരുന്നു എനിക്ക്. എന്നാലും ഇത്ര വേഗം നിങ്ങൾ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് വരുമെന്നും കരുതിയില്ല. അല്ല കൊച്ചേ, അതിന് ഞങ്ങൾ വേണ്ട, ഒന്നും പറയണ്ട. അപ്പൻ്റെ ഒരേ ഒരു സ്വപ്നമായിരുന്നു ആ ബോട്ട്. അത് തുരുമ്പെടുത്തു പോയാലും ഞങ്ങൾ കടം കയറി മുറിഞ്ഞാലും വിൽക്കൂല ഞാൻ. സുലൈമാനും കറിയായി എണീറ്റു. അപ്പം ഞങ്ങൾ പോയിക്കോട്ടെ കൊച്ചേ. അങ്ങനെ ആട്ടെ. എന്നാലും ഒന്നും ഓർത്തോ, എൻ്റെ അപ്പനെ പറഞ്ഞ് പറ്റിച്ചോരാ നിങ്ങൾ. ദൈവം പൊറുക്കൂല. ഞങ്ങൾ ദൈവത്തോട് പറഞ്ഞോളാം. കറിയ വികൃതമായി ചിരിച്ചു. ഇനി ബോട്ട് വിൽക്കാനെന്നും പറഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നേക്കില്ല. അവർ പോയി കഴിഞ്ഞപ്പോൾ കാതറിൻ തേങ്ങിക്കറിഞ്ഞു. എല്ലാവരും ചതിയന്മാരാണല്ലോ അപ്പ.
റോസലിനും മേരിയും ഇച്ചാച്ചിയുടെ അടുത്ത് വന്നു. എന്താ ഇച്ചാച്ചി ഇത്? അവർ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? പറയട്ടേന്നേ, പറയുന്നവരൊക്കെ പറഞ്ഞു വെച്ചും പോട്ടെ, നമുക്കെന്നാ. മേരി ചേച്ചിയെ കെട്ടിപ്പിടിച്ചു. കാതറിൻ ബാങ്ക് ലോണിനെ കുറിച്ചാണ് ചിന്തിച്ചത്. അതടയ്ക്കാതിരുന്നാൽ ബോട്ട് നഷ്ടപ്പെടും, കടം കൂടിക്കൊണ്ടേയിരിക്കും. തങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധിക്ക് വിരാമം കുറിച്ചേ പറ്റൂ. പക്ഷേ എങ്ങനെ? വൈകിട്ട് കാതറിൻ ആരോടും ഒന്നും പറയാതെ വീട്ടിൽ നിന്നിറങ്ങി നേരെ തെക്കോട്ട് നടന്നു. കാലുകൾ ചെന്നെത്തിയത് ഹാർബറിലാണ്. ഏതാനും ബോട്ടുകൾ കടലിൽ നിന്ന് മടങ്ങി വന്നിരുന്നു. അവയിൽ നിന്നിറക്കിയ മീൻ ലേലം ചെയ്യുന്നുണ്ട്. ഒരു ഭാഗത്ത് വലിയ ഹോസ് കൊണ്ട് രണ്ടുപേര് ഹാർബറിലെ സിമൻറ്റിട്ട ഭാഗം കഴുകിക്കൊണ്ടിരിക്കുന്നു. കിഴക്കോട്ട് നടന്ന് തങ്ങളുടെ ബോട്ടിനടുത്തെത്തി അവൾ. കൊച്ചു ത്രേസ്യയെ ചെറുതിരകളിൽ ഇളകിക്കൊണ്ട് കിടക്കുന്നു. പടിയിൽ ഉണങ്ങിപ്പറ്റിയ ചോരപ്പാടുകൾ അപ്പോഴും ഉണ്ടായിരുന്നു. തൻ്റെ അപ്പൻ്റെ ചോരയാണോ അത്? അവളുടെ ഇടനെഞ്ച് പിടഞ്ഞു. ബോട്ടിനടുത്ത് നിൽക്കുമ്പോൾ അപ്പൻ്റെ സാന്നിധ്യമുണ്ടാവുന്നത് പോലെ തോന്നി കാതറിന്. ചെറുതിരകളുടെ ഇളക്കം അപ്പൻ്റെ ശബ്ദം ഏറ്റുവാങ്ങി പറയും പോലെ. തളരല്ല മോളെ, ചതിവ് പറ്റല്ലേ. ഇല്ലപ്പാ, അവൾ മനസ്സിൽ മന്ത്രിച്ചു. അപ്പൻ്റെ മോള് തളരില്ല, അപ്പൻ്റെ മോക്ക് ചതിവ് പറ്റൂല. കവിളുകളിൽ നനവ് അനുഭവപ്പെടുമ്പോഴാണ് താൻ കരഞ്ഞുവെന്ന് അവൾക്ക് മനസ്സിലായത്. വേഗം പുറംകൈ കൊണ്ട് കണ്ണു തുടച്ചിട്ട് അവൾ ചുറ്റും നോക്കി. ആരെങ്കിലും കണ്ടോ? പെട്ടെന്ന് കിടുങ്ങിപ്പോയി കാതറിൻ. കരയിലെടുത്തിട്ട ട്രജറിൻ്റെ തുരുമ്പ് പിടിച്ച കൂറ്റൻ പൈപ്പിൽ ചാരി ഒരാൾ നിൽക്കുന്നു. സ്പാനർ ആൻ്റണി. കൈവിരലുകൾക്കിടയിലെ സ്പാനർ പമ്പരം പോലെ കറക്കി. കണ്ണുകളിൽ അസ്തമയ സൂര്യൻ്റെ തിളക്കം. കീഴ്ച്ചുണ്ട് കടിച്ചമർത്തി അവൻ അവളുടെ അവയവഭംഗി നുകരുകയാണ്. കാതറിൻ പരിസരം വീക്ഷിച്ചു. വെളിപ്പുറത്ത് ആളുകളുണ്ടെങ്കിലും ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല. ആൻ്റണി പതിയെ മുന്നോട്ട് വന്നു. നിന്റെ അപ്പൻ തിരിച്ചു വരികയില്ലെന്ന് ഞാൻ അന്ന് പറഞ്ഞപ്പോൾ നീ എന്നാടി പറഞ്ഞത്? എന്നിട്ടിപ്പോൾ എന്തായി? കാതറിൻ സൂത്രത്തിൽ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ ആൻ്റണി വഴി തടഞ്ഞു. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടടി, മാറി നിൽക്കടാ. കാതറിൻ്റെ മുഖഭാവം മാറി, ശബ്ദം മാറി. ചുമ്മാ പേടിപ്പിക്കാതടി. നിന്നെ ഇവിടെ ഇട്ട് ഞാൻ ബലാത്സംഗം ചെയ്താലും ഒരുത്തനും ചോദിക്കത്തില്ല. കാണണോ നിനക്ക്? വീട്ടിൽ കൊണ്ടുവന്ന് നിൻ്റെ അമ്മേനെ കാണിക്കടാ. പറഞ്ഞതും അവൾ തറയിൽ നിന്നൊരു കല്ലെടുത്തു. മാറിയില്ലേ നിൻ്റെ തലയിടിച്ച് പൊട്ടിക്കും ഞാൻ. എന്നാ അതൊന്ന് കാണട്ടടി. അവൻ മുന്നോട്ട് കുതിച്ചു. ആ ക്ഷണം കാതറിൻ കല്ലിരുന്ന കൈ ആഞ്ഞു വീശി. ആൻ്റണിയിൽ നിന്നും ഒരു പതിഞ്ഞ ശബ്ദമായിരുന്നു. അവൻ്റെ നെറ്റിയിലൊരു പാട് വീണതും അവിടെ ചുവക്കുന്നതും കാതറിൻ കണ്ടു. ആൻ്റണി പതറിയ നേരം നോക്കി കാതറിൻ അവിടെ നിന്നും ഓടിപ്പോയി. ആളുകൾ നിൽക്കുന്ന ഭാഗത്തെത്തിയപ്പോൾ അവൾ ഓട്ടം നിർത്തി. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കി. ആൻ്റണി പിന്നാലെ വരുന്നുണ്ടോ? അവൻ വന്നില്ല. ബിസിനസ് വല്ലതും തുടങ്ങിയ ഞങ്ങളോടുകൂടി പറയണേ, മീൻ കയറ്റുന്ന ടെമ്പോയ്ക്ക് പിന്നിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു. കാതറിൻ നിന്നു. കണ്ണുകളിൽ കനലെരിഞ്ഞു. അവൾ അങ്ങോട്ട് ചെന്നു. ഔദക്കുട്ടിയുടെ മകൻ ദാവീദ് വിളറിയ ചിരിയോടെ നിൽക്കുന്നു. നിന്റെ അമ്മയ്ക്ക് പണ്ട് ബിസിനസ് ഉണ്ടായിരുന്നെന്ന് ഈ തുറക്കാർക്ക് മുഴുവൻ അറിയാം. ഇപ്പം നിന്റെ പെങ്ങൾക്കും പറ്റിയ പ്രായ. ചെന്ന് പറ, രണ്ടുപേരിൽ ആരെങ്കിലും ബിസിനസ് തുടങ്ങാൻ. കേട്ടുനിന്നവരൊക്കെ കൂകി വിളിച്ചു. ദാവീദ് വിയർത്തുപോയി. ഇതുപോലെ ഒരു അപമാനം ജീവിതത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഒന്നും സംഭവിക്കാത്തതുപോലെ കാതറിൻ നടന്നുപോയി. നീ എവിടെ പോയതാ കാതറിനെ? കമലാക്ഷി വേലിക്കരികിലുണ്ടായിരുന്നു. ഹാർബർ വരെ തെക്കലമ്മേ. എന്തെടുക്കുക? 5-6 ചീരയില പറിക്കുക, ഒരു കറിയുണ്ടാക്കാൻ. കാതറിൻ വീട്ടിലെത്തി. തിണ്ണയുടെ കോളിൽ കവളും വീർപ്പിച്ച് കുത്തിരിക്കുകയായിരുന്നു ജോബിൻ. വിഷന്നൊട്ടിയ വയറ്, കണ്ണുകളിൽ കണ്ണീർപ്പാട്. കാതറിന് വിഷമം തോന്നി. തെക്കേലമ്മ കറിക്ക് കടുക് വറുക്കുന്നതിൻ്റെ ഗന്ധം അന്തരീക്ഷത്തിലൂടെ ഒഴുകി വന്നു. ജോബിൻ അങ്ങോട്ട് നോക്കുന്നതും വെള്ളമിറക്കുന്നതും കണ്ടില്ലെന്ന് നടിക്കാനായില്ല അവൾക്ക്. മോനെ, അവളവനെ ചേർത്തണച്ചു. ഇച്ചാച്ചി. ജോബിൻ ഏങ്ങലടിച്ചു കരഞ്ഞു. അവളവൻ്റെ തലമുടിയിൽ പതുക്കെ തലോടി. മോന് വിശക്കുന്നുണ്ടല്ലേ? അവൻ മൂളി. എൻ്റെ മോൻ ഇന്നൂടെ സഹിക്കി. നാളെ ഇച്ചേച്ചി എന്തെങ്കിലും വഴിയുണ്ടാക്കാം. ആ രംഗം കണ്ടുകൊണ്ട് റോസലും മേരിയും കരഞ്ഞുപോയി. രാത്രി കൂട്ടുകെടുക്കാൻ വന്ന മറിയത്തള്ള വന്നപ്പോൾ കയ്യിലൊരു പാത്രം ഉണ്ടായിരുന്നു. ഇതെന്നെ അമ്മച്ചി? കാതറിൻ തിരക്കി. മറുപടി പറയാതെ തിരക്കുകയായിരുന്നു മറിയത്തള്ള. നിങ്ങൾ വല്ലതും കഴിച്ചോ പിള്ളേരെ? ജോബിൻ ഇല്ല എന്ന് പറയും മുമ്പ് മേരി പറഞ്ഞു. കഴിച്ചമ്മച്ചി. മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ 4 മുഖങ്ങളിലേക്ക് നോക്കിയ തള്ള വിഷാദത്തിലൊന്ന് ചിരിച്ചു. നിങ്ങൾ കള്ളം പറയണ്ട, എനിക്കെല്ലാം അറിയാം. ഇതാ ഇച്ചിരി ചോറ് ഉണക്കമീൻ ചുട്ടതുണ്ട്. ഓരോ ഉരുള വീതമെങ്കിലും കഴിക്കി. തള്ള പാത്രം തറയിൽ വെച്ചു.
അത് കേൾക്കാത്ത താമസം ജോബിൻ മുന്നോട്ടാഞ്ഞു. എന്നാൽ കാതറിൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ പിന്നോട്ട് വലിയുകയും ചെയ്തു. നിങ്ങൾ 3 പേരും കൂടി തിന്നോ, എനിക്ക് വേണ്ട, അല്പം കഴിഞ്ഞ് കാതറിൻ പറഞ്ഞു. മേരിയും ജോബിനും തിന്നെ. റോസലും പിന്മാറി. അവസാനം അവർ ഇരുവരും കൂടി ഭക്ഷണം കഴിച്ചു. അന്ന് വിളക്കണച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ കാതറിൻ മറിയത്തള്ളയോട് പറഞ്ഞു, നാളെ രാവിലെ അമ്മച്ചി കൂടെ എൻ്റെ ഒപ്പം ഹാർബർ വരെ ഒന്ന് വരണം. എന്തിനാ മോളെ? ഒക്കെ പറയാം. പിറ്റേന്ന് രാവിലെ മറിയത്തള്ളയും കുട്ടി തിരിച്ച കാതറിൻ്റെ കയ്യിൽ ഒരു വലിയ അലുമിനിയം ചെരുവ ഉണ്ടായിരുന്നു. നിന്നെക്കൊണ്ട് ഇതാവുമോ കൊച്ചേ? തള്ള തിരക്കി. പിന്നെ ആവാണ്ട്, അവൾ ചിരിച്ചു. എന്നാലും നീ ജീവിക്കണേൽ എന്ത് ജോലി ചെയ്യുമെന്നും ഞാനൊരുക്കാം അമ്മച്ചി. ഹാർബറിൽ ലേലം നടക്കുകയായിരുന്നു. മീൻ കച്ചവടത്തിന് കാതറിൻ വന്നിരിക്കുന്നുണ്ട്. ആളുകൾ അത്ഭുതം കൂറി, പിറുകുരുത്തു, പരിഹസിച്ച് ചിരിച്ചു. കാതറിനൊന്നും ചെവി കൊണ്ടില്ല. ഒരു കൊട്ടയോളം അയലയ്ക്ക് അവളും ലേലം വിളിച്ചു. 200, 250, 300, 500. പെട്ടെന്ന് തൊട്ടരികിൽ ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം കേട്ട് അവിടെ നടുങ്ങിത്തിരിഞ്ഞു. കാതറിൻ്റെ ഹൃദയത്തിലൂടെ ഒരു കൊള്ളിമീൻ പാഞ്ഞുപോയി. അധ്യായം 6. 500. ആ ശബ്ദം കേട്ടതും കാതറിൻ തലവെട്ടിച്ചു. ട്രോളിംഗ് നിരോധനമുള്ള സമയത്ത് പോലും 400 രൂപയിൽ കൂടുതൽ ലേലം പോകാത്ത മീനാണ് 500-ന് വിളിച്ചിരിക്കുന്നത്. ചുറ്റും നിന്നിരുന്ന ആളുകൾ പിന്നിൽ നിന്നായിരുന്നു ആ ശബ്ദം വന്നിരുന്നത്. മറിയത്തള്ളയും അങ്ങോട്ട് നോക്കി. ആളുകൾക്കിടയിൽ നിന്നും വല്ലാത്തൊരു ചിരിയോടെ അവൻ മുന്നിലേക്ക് വന്നു. സ്പാനർ ആൻ്റണി. അവൻ്റെ കയ്യിൽ അപ്പോഴും ഒരു സ്പാനർ ഉണ്ടായിരുന്നു. ഒരു വിടലച്ചിരിയോടെ അവൻ കാതറിനെ അടിമുടി നോക്കി. നിമ്നോന്നതങ്ങൾ കൊത്തിപ്പറിക്കുന്ന നോട്ടം. കാതറിൻ പക്ഷെ പതറിയില്ല. അടുത്ത ലേലത്തിൽ പങ്കുകൊള്ളാമല്ലോ. സ്പാനർ ആൻ്റണി താൻ വിളിച്ച മീൻ മാറ്റിവെച്ചു. അടുത്ത ലേലമായി. അതും കാതറിൻ ഏതാണ്ട് ഉറയ്ക്കുമെന്നവനിപ്പോൾ ആൻ്റണി കൂട്ടി വിളിച്ചു. അവളൊന്ന് വിളറി. ആളുകൾ തന്നെ പരിഹസിച്ച് നോക്കുന്നത് കണ്ടില്ലെന്ന് നടിച്ചു. അങ്ങനെ തോക്കാൻ പറ്റില്ല മോനെ, നീ ഇനി ലേലം വിളിക്ക്, മറിയത്തള്ള സ്വരം താഴ്ത്തി അവളോട് പറഞ്ഞു. പക്ഷെ 2-3 തവണ കൂടി ലേലം വിളിച്ചപ്പോൾ ആൻ്റണി കൂട്ടി വിളിച്ചു. ആളുകൾ ബഹളം വെച്ച് ചിരിക്കാൻ തുടങ്ങി. വിഷമവും കോപവും ഒന്നിച്ചുണ്ടായിരുന്നു കാതറിന്. ഒരു പണിയെടുത്ത് കഴിയാമെന്ന് കരുതിയാലും ഇവറ്റകൾ സമ്മതിക്കില്ലല്ലോ. അവളുടെ മൗനം കണ്ട് ആൻ്റണി പറഞ്ഞു, ഇന്ന് മാത്രമല്ലടി, ഒറ്റ ദിവസവും നിനക്കിവിടുന്ന് മീൻ കിട്ടാൻ പോണില്ല കേട്ടോ. അതിന് ഈ ആൻ്റണി സമ്മതിക്കില്ല. ചുറ്റും നോക്കിയിട്ട് അയാൾ കുറച്ചുകൂടി ശബ്ദം ഉയർത്തി. മാത്രമല്ല, ഇത്രയും നല്ലൊരു ശരീരം വെറുതെ മീൻ ചുമന്ന് ചീത്തയാക്കണത് എനിക്കിഷ്ടമല്ലെന്ന് കൂട്ടിക്കോ. അതെന്നെ ആൻ്റണിയെ നിനക്ക് അങ്ങനെ ഒരു വാശി? ആളുകൾക്കിടയിൽ നിന്നും ആരോ തിരക്കി. അതേ, വാശി മാത്രമല്ല, ഒരു മോഹം ഉണ്ടെന്ന് കൂട്ടിക്കോ. അവൻ സ്പാനർ കയ്യിലിട്ട് കറക്കി. മറിയത്തുള്ള അവന് നേരെ തിരിഞ്ഞു. എടാ ആൻ്റണി, നിനക്ക് എന്തോന്നിൻ്റെ സുഖടാ? ഈ പൊങ്കുച്ചിനൊന്ന് ജീവിക്കാൻ സമ്മതിക്കത്തില്ല നീ? ആൻ്റണീൻ്റെ നെറ്റി ചുളിഞ്ഞു. തള്ള സ്വന്തം പാട് നോക്കിപ്പോ. ഇവൾക്ക് മീൻ വിറ്റ് ജീവിക്കണമെങ്കിൽ ഇനി ആൻ്റണിയുടെ കാല് പിടിച്ച് അപേക്ഷിക്കണം. അതുവരെ കോപം കടിച്ചമർത്തി നിൽക്കുകയായിരുന്ന കാതറിൻ പൊട്ടിത്തെറിച്ചത് പെട്ടെന്നാണ്. നീ ആരാണെന്നാ നിൻ്റെ വിചാരം? ഈ നീണ്ടകരയിലെ രാജാവോ? ഈ കടപ്പുറവും ഹാർബറും ഒക്കെ നിനക്ക് സ്ത്രീധനം കിട്ടിയതാ? പോയി വേറെ പണി നോക്കടാ. എങ്കിൽ നീ ഇവിടുന്ന് ഒരു ചാളയെങ്കിലും വാങ്ങിച്ചോടി, ഞാനൊന്ന് കാണട്ടെ. ആൻ്റണി 2 അടി മുന്നോട്ട് വെച്ചു. മോളെ വേണ്ട, ഇവനോടൊക്കെ വർത്തമാനം പറഞ്ഞാൽ വെറുതെ നാക്കയിലെ വെള്ളം പറ്റണത് മാത്രം മിച്ചം. അമ്മച്ചിയൊന്ന് അടങ്ങ്. പറയേണ്ടതുപോലെ പറഞ്ഞില്ലേ, ഇവന്മാരെ പോലെയുള്ളവന്മാരുടെ സോക്കേട് മാറില്ല. എന്നാ നീയൊന്ന് പറഞ്ഞേടി. ആൻ്റണിക്ക് വാശിയായി. പട്ടിണി കിടന്ന് നീ കടപ്പുറത്ത് മുഴുവൻ ചെറുപ്പക്കാരുടെ മുന്നിലും തുണിയേനടി. ഇവിടുത്തെ ഏറ്റവും വലിയ വേശ്യയാക്കോടി നിന്നെ ഞാൻ. ഇനി ക്ഷമിക്കാനാവുമായിരുന്നില്ല കാതറിൻ. കൈവീശി ആ കരണത്തൊന്ന് കൊടുത്തു. സർവരും ഞെട്ടി പിന്നോക്കം മാറിപ്പോയി. ആൻ്റണി പോലും ഇത്രയും പ്രതീക്ഷിച്ചില്ല, അതും ആളുകളുടെ മുന്നിൽ വെച്ച്. ഇവൾ 2ാമത്തെ തവണയാണ് തൻ്റെ നേരെ കൈ ഉയർത്തിയത്. പാടില്ല. അവൻ്റെ ഉള്ളിൽ ഒരു വന്യമൃഗം ചുരമാന്തി. കണ്ണുകളിൽ ചുവപ്പ് രാശി പടർന്നു. മോളെ, മറിയത്തള്ള ഭീതിയോടെ വിളിച്ചു. പക്ഷെ കാതറിൻ അത് കേട്ടില്ല. ശ്രദ്ധ മുഴുവൻ ആൻ്റണിയിലായിരുന്നു. എടി പട്ടിച്ചി, ഇത്രക്കായോടി നീ? ചോദിച്ചതും അവൻ മുന്നോട്ട് കുതിച്ചു. അവളെ കെട്ടിപ്പിടിച്ചു. നാട്ടാർ മുഴുവൻ കാണെ നിന്നെ ഞാൻ കടിച്ചു കീറാൻ പോവാടി. ആളുകൾ സ്തംഭരായി. ചിലരെങ്കിലും ആൻ്റണിയുടെ കയ്യിൽ നിന്നും കാതറിനെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ അയാളുടെ തടയാനുള്ള ധൈര്യമില്ല. മറിയത്തള്ള സർവ്വതും മറന്ന് മുന്നോട്ടെടുത്തു. വിടടാ ആൻ്റണി ആ കൊച്ചിനെ,
എടാ വിടാൻ, നിന്നോടാ പറയുന്നത്. അവർ അവൻ്റെ കയ്യിൽ പിടിച്ചുലയ്ക്കാൻ തുടങ്ങി. കാതറിനെ പിടിവിടാതെ തന്നെ ആൻ്റണി പുറംതിരിഞ്ഞുകൊണ്ട് കൈകൊണ്ട് ഒറ്റയടി. വല്ലാത്തൊരു വിലാപത്തോടെ മറയത്തുള്ള ഹാർബറിലെ സിമൻറ്റ് തറയിൽ തലയിടിച്ചു വീണു. ഒരു മരവീപ്പ്. അവർക്ക് പെട്ടെന്ന് എണീക്കാൻ കഴിഞ്ഞില്ല. മീൻ കയറ്റാൻ വന്ന ടെമ്പയ്ക്ക് മുകളിലിരുന്ന കാക്കകൾ കൂട്ടത്തോടെ പറന്നുയർന്നു. രംഗം പന്തിയല്ലെന്നറിഞ്ഞ് ആളുകൾ പിന്നോട്ട് നടക്കാൻ തുടങ്ങി. സ്പാനർ ആൻ്റണി താഴെ വെച്ചിട്ട് കാതറിനെ തലയിലേക്ക് വലിച്ചെടുപ്പിക്കുകയായിരുന്നു. വീടാ, എന്നെ വിടാൻ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്നുണ്ട് അവൾ. പക്ഷെ അവൻ്റെ ഉരുക്കു പോലെയുള്ള കൈകൾ വിടുവിക്കാനാവുന്നില്ല. ആ വൃത്തികെട്ട മുഖം തൻ്റെ ചുണ്ടിലേക്ക് താണു വരുന്നത് അവൾ കണ്ടു. ഫൂ! ഒരൊറ്റ തുപ്പായിരുന്നു കാതറ്. അവൻ്റെ മുഖത്ത് തുപ്പൽ നിറഞ്ഞു. അവൻ മുഖം പിന്നോട്ടൊന്ന് തിരിച്ചതും കാതറിൻ്റെ ബ്ലൗസിൻ്റെ ഒരു ഭാഗം വലിച്ചു കീറിയത് ഒപ്പായിരുന്നു. കാതറൻ പിന്നെയും അവൻ്റെ മുഖത്തടിച്ചു. കീറിയ ബ്ലൗസിൻ്റെ ഭാഗം അവൻ വലിച്ചെറിഞ്ഞു. സഹതാപത്തേക്കാൾ കൂടുതൽ ആളുകൾ അനാവൃതമായ മേനിയുടെ ഭാഗം കാണാനായിരുന്നു ആളുകൾക്ക് താല്പര്യം. ആൻ്റണിയെ, ഔസേപ്പിനെ ഓർത്തെങ്കിലും മഹാഭാവം കാണിക്കാതെടാ, ഔദക്കുട്ടി വിളിച്ചു പറഞ്ഞു. തനിക്കത്രയ്ക്ക് വിഷമം തോന്നണമെങ്കിൽ തൻ്റെ കെട്ടുകളെ കൊണ്ടു തന്നിട്ട് ഇവിടെ കൊണ്ടുപോടാ, ആൻ്റണി അലറി. മറിയത്തുള്ള ഒരു വിധത്തിൽ എണീറ്റ് ജനങ്ങളെ നോക്കി വിളിച്ചു പറഞ്ഞു. ആരെങ്കിലും ആ പെങ്കൊച്ചിനെ ഒന്ന് രക്ഷിക്ക്. നിങ്ങളുടെ വീട്ടിലും പെമ്പിള്ളേരില്ലേ? അതിന് പ്രതികരണം ഉണ്ടായില്ല. ആൻ്റണി കാതറിനെ പിന്നോട്ട് തള്ളിക്കൊണ്ടുപോയി. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത അധ്യായമായിട്ട് നാളെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.